നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നായി നമുക്ക് ഇന്ന് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു ദുരന്ത വാർത്തയാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ഒരു ബസ് അപകടത്തിൽ നമ്മുടെ സഹോദരങ്ങളായ 14 പേർ മരണപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ 10-20 പേർ അത്യാസന്ന നിലയിൽ പെരിന്തൽമണ്ണയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ജീവന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ മരണപ്പെട്ട അവർക്ക് വേണ്ടി നമ്മുടെ ഈ സദസ്സ് 2 മിനിറ്റ് അനുശോചനം രേഖപ്പെടുത്തുവാൻ യുവകലാസാഹിതി നമ്മളുടെ ഈ സമയം അതിന് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2 നിമിഷം അവരുടെ ആ നിര്യാണത്തിൽ നമുക്ക് അനുശോചനം രേഖപ്പെടുത്താം. താങ്ക് യു. യുവകലാസാഹിതിയുടെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 9 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ നിങ്ങളിൽ പലരും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വളരെ വിലയേറിയ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഇവിടെ സ്മരിക്കുകയാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം യുവകലാസാഹിതിയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് സംഘടന എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലോടുകൂടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് കടക്കുകയാണ്. നാം തേടിപ്പോകുന്ന തണൽ മരങ്ങൾ നാം നട്ടുപിടിപ്പിച്ചതല്ല. അത് നമ്മുടെ മുൻഗാമികൾ നമുക്കായി നൽകിയ സ്നേഹോപകാരങ്ങളാണ്. അവർ നമ്മെ പഠിപ്പിച്ചത് നമ്മെപ്പോലെ നമ്മുടെ സഹജീവികളെയും സമൂഹത്തെയും സ്നേഹിക്കുക, അവരുടെ നല്ല ശാന്തിയും സമാധാനവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നാണ് അവർ നമ്മെ പഠിപ്പിച്ചത്. പക്ഷേ നമ്മൾ ഈ തലമുറ പലപ്പോഴും അത് മറന്നുപോകുന്നു. നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന പല റിപ്പോർട്ടുകളും നമ്മെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, അടുത്ത കാലത്തായി മാധ്യമങ്ങളിൽ വന്ന പല വാർത്തകളും പെറ്റമ്മ മരിച്ചത് ഒരു മാസം കഴിഞ്ഞറിയുന്ന മെഡിക്കൽ ബിരുദധാരികളായ മക്കൾ, സ്വന്തം മകളെ പോലും ഇരയായി കാണുന്ന വേട്ടക്കാരന്റെ മുഖമുള്ള പിതാക്കന്മാർ, അയൽക്കാരന്റെ കണ്ണിൽ നിന്ന് പുഞ്ചിരി തൂകുന്ന കൊച്ചുകുഞ്ഞുങ്ങളെ പോലും മാറ്റി നിർത്തേണ്ടി വരുന്ന നമ്മുടെ മാതാപിതാക്കൾ, നാം എവിടേക്കാണ് സഞ്ചരിക്കുന്നത്? നാം പറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്നു നീങ്ങിയവർ നമുക്ക് നൽകിയ ആ വിശാലമായ കാഴ്ചപ്പാടുകൾ നാം മറന്നുപോകുന്നുവോ? അവിടെയാണ് യുവകലാസാഹിതി എന്ന സംഘടനയുടെ പ്രവർത്തകരും അതിൻ്റെ പ്രവർത്തനവും. ഞങ്ങളിൽ 95% ചെറിയ ശമ്പളം പറ്റുന്ന പ്രവാസ ജീവിതത്തിൻ്റെ ഏറ്റവും പച്ചയായ യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നവരാണ്. അപ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു മൂല്യബോധമുണ്ട്. എന്താണ് ആ മൂല്യബോധം എന്നുള്ളത്? ലോകത്തിലെ മുന്നേ നടന്നവർ, പല ഭാഗങ്ങളിലായി നമുക്ക് മുന്നേ നടന്നവർ നമുക്ക് നൽകിയ ഒരു സന്ദേശമുണ്ട്. നമ്മുടെ സഹജീവികളെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു നല്ല നാളേക്കായി അവർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. പക്ഷേ ഇന്നത്തെ തലമുറ അത് പാടെ മറന്നുപോകുന്നു. അത് ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ യുവകലാസാഹിതിക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ.
ലക്ഷ്യബോധം, ആശയവ്യക്തത, നിസ്വാർത്ഥ മാനവികത, ലാളിത്യം എന്നതൊക്കെയാണ് യുവകലാ സാഹിതിയുടെ മുഖമുദ്ര. ഉയർന്ന ചിന്ത, ആഴത്തിലുള്ള സ്നേഹം, പരന്ന സംവേദനക്ഷമത, നിരന്തര കർമ്മം, സ്ഫടിക സമാനമായ സുതാര്യത, ഇതെല്ലാം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ പ്രവാസ ലോകത്തെ യുവകലാ സാഹിതിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 9 വർഷം പിന്നിട്ടിരിക്കുന്നു. 2004 മാർച്ച് 19 ദുബായിൽ രൂപീകൃതമായ യുവകലാ സാഹിതി ഇന്ന് UAE, അബുദാബി, ഷാർജ, അജ്മാൻ, റാസൽ കൈമ എന്നീ എമിറേറ്റ്സുകളിലും അലൈനിലും മുസഫയിലും അൽക്കൂസിലും യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ 1975 ജൂലൈ 7 മുതൽ 12 വരെ ചേർന്ന KPAC-യുടെ വാർഷിക സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് ഇടതുപക്ഷ പുരോഗമന ചിന്താഗതിക്കാരായ ഉണ്ണിരാജ, കാമ്പിശ്ശേരി, NE ബലറാം, C അച്യുതമേനോൻ, വൈക്കം ചന്ദ്രശേഖർ, കണിയാപുരം രാമചന്ദ്രൻ, തോപ്പിൽ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ മഹാരാജന്മാരുടെ സാന്നിധ്യത്തിൽ യുവകലാ സാഹിതിയുടെ രൂപീകൃതമാകുന്നത്. അവിടെ നിന്നിങ്ങോട്ട് യുവകലാ സാഹിതിയെ നയിച്ചത് കേരളത്തിലെ പ്രശസ്ത സാംസ്കാരിക നായകന്മാരായ NC മമ്മൂട്ടി മാസ്റ്റർ, ഡോക്ടർ മോഹൻദാസ്, മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, C രാധാകൃഷ്ണൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, ഡോക്ടർ TP സുകുമാരൻ തുടങ്ങിയവരാണ്. ഇപ്പോൾ യുവകലാ സാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റ്, പ്രമുഖ കവിയും ഗാനരചയിതാവുമായ ശ്രീ PK ഗോപിയും സെക്രട്ടറി എഴുത്തുകാരനായ ശ്രീ EM സതീശനുമാണ്. ഇവരുടെ എല്ലാം പ്രവർത്തനത്തിന്റെ ഊർജവും ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രവാസി ലോകത്ത് പ്രവാസികളുടെ സർഗാത്മകത തട്ടിയുണർത്തി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി യുവകലാ സാഹിതി അശ്രാന്ത പരിശ്രമത്തിലാണ്. കഥാമത്സരം, കവിതാ മത്സരം, സംവാദങ്ങൾ, ലേഖന മത്സരം എന്നിവയുടെ സാഹിത്യ മേഖലയുള്ളവരുടെ കഴിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും കുട്ടികൾക്കായി കളിവീട് എന്ന നാമത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് മലയാള ഭാഷയോടുള്ള സ്നേഹം ഉറപ്പിക്കാൻ വേണ്ടി അമ്മ മലയാളം എന്ന പേരിൽ നാടൻപാട്ട്, ചിത്രകല, അഭിനയം, കവിത എന്നിവയിലൂടെ അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവിത ദുരിതത്തിൽ നിന്ന് കരകയറുവാനായി നമ്മുടെ രാജ്യം വിട്ട് ഇവിടെ വന്ന് ജോലിയില്ലാതെയും ആരോഗ്യ പ്രശ്നങ്ങളാലും നിയമപ്രശ്നങ്ങളാലും മറ്റും പെട്ട് കഷ്ടപ്പെടുന്നവരുടെ സഹായിക്കാനായി യുവകലാ സാഹിതിയുടെ ചാരിറ്റി വിഭാഗവും നിയമസഹായ സെല്ലും വളരെ ഊർജിതമായി പ്രവർത്തിക്കുന്നു. കേരളത്തിലെ യുവകലാ സാഹിതിയെ 2 ദശാബ്ദം നയിച്ച NC മമ്മൂട്ടി മാസ്റ്ററുടെ നാമധേയത്തിൽ ദുബായ് യുവകലാ സാഹിതി കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾക്ക് ഏർപ്പെടുത്തിയ NC മമ്മൂട്ടി മാസ്റ്റർ പ്രഥമ പുരസ്കാരം 2010 മമ്മൂട്ടി മാസ്റ്ററുടെ ചരമദിനമായ ഏപ്രിൽ 18 വിപ്ലവ ഗാനങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ പുരോഗമന ചിന്താശക്തിയിലേക്ക് തിരിച്ച വിപ്ലവ ഗായിക ശ്രീമതി മേദിനി ടീച്ചർ ഏറ്റുവാങ്ങി. 13-ാം വയസ്സ് മുതൽ കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന അവർ ഇന്നും ഈ രംഗത്ത് സജീവമാണ്. 2011 NC മമ്മൂട്ടി പുരസ്കാരത്തിന് ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണനാണ് അർഹനായത്. കവിയും എഴുത്തുകാരനും സംഘാടകനും എന്ന നിലയിൽ കേരളത്തിലെ വിവിധ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലെ വർഷങ്ങളിൽ നീണ്ട പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 2012 പുരസ്കാരം പ്രശസ്ത കവിയും 30 വർഷത്തോളം സ്വന്തം പത്രാധിപത്യത്തിൽ ഒരു മലയാള പ്രസിദ്ധീകരണത്തിന് സമയം കണ്ടെത്തിയ ശ്രീ മണമ്പൂർ രാജൻ ബാബു ആയിരുന്നു. മലയാള ഭാഷയോടും സാഹിത്യത്തോടും അദ്ദേഹം കാണിച്ച കൂറ് മാതൃകാപരവും അഭിമാനകരവുമായിരുന്നു. 2013 പുരസ്കാരം പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ശ്രീ ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർക്കായിരുന്നു ലഭിച്ചത്. നിരവധി ചിത്ര പ്രദർശനങ്ങളിലൂടെ ചിത്രകലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ അമൂല്യങ്ങളാണ്. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൽകി വരുന്ന സ്വർണ്ണ കപ്പ് രൂപകൽപ്പന ചെയ്തത് ശ്രീകണ്ഠൻ നായരായിരുന്നു. ഇതുവരെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ സഹകരിച്ച നിങ്ങൾക്ക് ഓരോരുത്തരോടുമുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ വേളയിൽ സ്മരിക്കുന്നു. ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും തരുന്ന സഹായത്തിനും സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും മേലിലും നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഈ സാംസ്കാരിക സദസ്സ് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി
ഞങ്ങളുടെ യുവകലാസാഹിതി ദുബായ് പ്രസിഡന്റും ഈ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ ശ്രീ ജലീൽ പലോത്തിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 9 വർഷത്തോളമായി UAE-യിലെ വിവിധ മേഖലകളിൽ യുവകലാസാഹിതി മലയാളി പ്രവാസികൾക്കിടയിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ്. വളരെ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രവർത്തകർ മാനുഷിക പരിഗണന മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നൽകിയ ഊഷ്മള സഹകരണം ഞാൻ ഇവിടെ സ്മരിക്കുന്നു. സ്വാഗതം പറയുകയാണ് എൻ്റെ കടമ. വളരെ നമുക്ക് ഇപ്പോൾ സമയം വൈകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഞങ്ങളോട് ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങളെ എല്ലാവരെയും യുവകലാസന്ധ്യ 2013 സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഞങ്ങളോട് സഹകരിച്ച എല്ലാ സ്പോൺസർമാരെയും അവരുടെ പ്രതിനിധികളെയും ഞാൻ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന എല്ലാ കലാകാരന്മാരെയും ഈ യുവകലാസന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനായി 15 വർഷത്തോളമായി പ്രവാസി മലയാളികളുടെ ഇടയിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി പ്രവർത്തിക്കുന്ന സ്വാഗത സംഘം ചെയർമാൻ ശ്രീ വേണുഗോപാലിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രവാസി കവിയും യുവകലാസാഹിതി UAE സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയും ശ്രീ ശിവപ്രസാദിനെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ചലച്ചിത്ര പിന്നണി ഗായകൻ മധുരമായ വേണുനാദത്തിൻ്റെ ഉടമയായ ജി വേണുഗോപാലൻ സാറിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. യുവകലാസാഹിതി UAE ആക്ടിംഗ് പ്രസിഡന്റ് വിൽസൺ തോമസിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. യുവകലാസാഹിതി UAE സെൻട്രൽ കമ്മിറ്റി ട്രഷറർ ശ്രീ വിജയൻ നാണൂരിനെ സഹർഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുവകലാസാഹിതി വനിതാ വിംഗ് ജോയിന്റ് കൺവീനർ ശ്രീമതി നമിത സുബീർ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. യുവകലാസാഹിതി ദുബായ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ സുഭാഷ് ദാസിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രമുഖ സംവിധായകനും അഭിനേതാവും കേരള സംസ്ഥാന ഷോർട്ട് ഫിലിം അവാർഡ് ജേതാവുമായ ശ്രീ സഞ്ജു മാധവൻ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സ്വാഗത സംഘം കൺവീനർ ശ്രീ ജോൺ കാർലോസിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി
അധ്യക്ഷൻ വേണുട്ടനെ ക്ഷണിച്ചു.